നമ്മളെ വാഷിംഗ് മെഷീൻ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഉള്ളത് പാനാസോണിക്കിന്റെ ഒരു വാഷിംഗ് മെഷീനാണ്. അതിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, ഗിയർ ബോക്സ് അതിന്റെ ഉള്ളിലത്തെ ത്രെഡ് ലൂസ് ആയതാണ് ഒന്നാമത്തെ വിഷയം. പിന്നെ ഇവിടെ കാണാൻ പറ്റും അതിന്റെ നെറ്റ് ലൂസ് ആയതാണ്. ഇവിടത്തെയും ത്രെഡ് ലൂസായി. അപ്പൊ ഇതിന്റെ മുകളിൽ ലോഡ് വരുന്ന സമയത്ത് ഇത് കറങ്ങൂല. ഇത് കറങ്ങാത്ത പ്രശ്നം വന്ന് ഇത് ഗിയർ ബോക്സ് അവിടെ കിടന്ന് കറങ്ങും, പക്ഷെ ഇത് നമുക്ക് മുകളിൽ നിന്ന് കറങ്ങൂല. അപ്പൊ ഇത് രണ്ടും മാറ്റി. അതോടൊപ്പം തന്നെ അതിന്റെ ബെൽറ്റ് ലൂസ് ആയിട്ടുണ്ടായിരുന്നു, ബെൽറ്റും മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ, ഫുള്ളി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. സെമി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പൊ നമുക്ക് അത് ചെയ്യുന്നതിന്റെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിന്റെ പൾസേറ്റർ ഒന്ന് മാറ്റിക്കളയാം. ഇതിന്റെ പൾസേറ്റർ മാറ്റാൻ എളുപ്പമാണ്, കാരണം സ്ക്രൂ ആയതുകൊണ്ട് നമുക്ക് ഊരിയിട്ട് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. ചിലതുണ്ട് ഭയങ്കര ടൈറ്റായിട്ട് ലോക്കായി കിടക്കുന്നത്, അത് നമുക്ക് അത്ര പ്രയാസമില്ല. അപ്പോൾ ഇത് ഊരിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തു കൂടെ ഒക്കെ നിറയെ ചളി നിറഞ്ഞിട്ട് അത് നമ്മൾ ഈ പൾസേറ്റർ അതിന് ശരിക്കും ഫിറ്റ് ആവാതെ നിൽക്കും. ചളി നിറഞ്ഞ് അതിങ്ങനെ ലൂസാവുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ ചെറിയ കല്ല് പൊടി പോലത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് ലൂസായി കിടന്നാൽ ഇതേപോലെ അതിൻ്റെ ത്രെഡ് തേയ്മാനം സംഭവിച്ചിട്ട് അതിനൊരു ഗ്രിപ്പ് ഇല്ലാതെ, ഒരു പിടുത്തം ഇല്ലാതെയാവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലുള്ള ഈ കല്ല് പോലത്തെ സാധനങ്ങളൊക്കെ, ചളി കല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ശരിക്കും സെറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൾസേറ്റർ ശരിക്കും സീറ്റിംഗ് ആയിട്ട് അവിടെ നിന്നോളും. അപ്പം നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്തു. പൾസേറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യാണ്. പൾസേറ്റർ നമുക്ക് എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാനും ഊരാനൊക്കെ കഴിയും. നടുവിലുള്ള ഇതിപ്പോൾ നമ്മൾ സെമി ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്ര എളുപ്പം. ഇതാകുമ്പം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ അത് ഓക്കെ, അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു അലൈൻമെൻറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഇതിൻ്റെ പ്രശ്നമല്ല, പൾസേറ്ററിൻ്റെ വിഷയമല്ല, ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഒരു വിഷയമാണ്. ഗിയർ ബോക്സ് നമ്മൾ ഒരു തവണ മാറ്റിയതാണ്. അതിൻ്റെ ഒറിജിനൽ അത് നാശമായപ്പോൾ വേറൊന്ന് എടുത്ത് മാറ്റി. അപ്പോൾ ഇത് അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഈ മാല പോലത്തെ സാധനങ്ങളൊക്കെ ശരിക്കൊന്ന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ ഗിയർ ബോക്സ് മാറ്റണം. ഗിയർ ബോക്സിനാണ് ചെറിയ പ്രശ്നമുള്ളത്. അപ്പോൾ അതിന് ഗിയർ ബോക്സിന് പ്രശ്നം ഉണ്ടാകുമ്പോഴും ഇതിൻ്റെ സ്പീഡ് കുറയും, അതുപോലെ തന്നെ അത് കറങ്ങാതെയൊക്കെ ആവും. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഉള്ള പിന്നെ ത്രെഡ്, അതിൻ്റെ ഒരു പല്ല് ലൂസായതിൻ്റെ ശേഷം ലൂസായതുകൊണ്ടാണ് അത് ശരിക്ക് വർക്കാവാത്തത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ബെൽറ്റ് ഇടുന്ന ഭാഗമുണ്ട്, ആ ബെൽറ്റ് ഊരി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഗിയർ ബോക്സ് അയക്കുന്നത്. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഈ സോപ്പ് വെള്ളമൊക്കെ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അതിൻ്റെ ഗ്രീസും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടുള്ളത്, സോപ്പ് പൊടി ആയതുകൊണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ത്രെഡ് നാശമായി പോയതുകൊണ്ടാണ് അത് കറങ്ങാത്തത്. അപ്പോൾ നമുക്കിത് മാറ്റി തന്നെ രക്ഷയുള്ളൂ. നമ്മൾ പുതിയതൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതും അലൈൻമെൻറ്റ് ക്ലിയർ അല്ല, പക്ഷെ നമുക്കത് മാറ്റാൻ കഴിയില്ല, കാരണം അത് അതേ കണ്ടീഷനിൽ തന്നെയാണ് ഫിറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കറക്കിയാലും എങ്ങനെ ടൈറ്റ് ചെയ്താലും അലൈൻമെൻറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. അലൈൻമെൻറ്റിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ലൈഫ് കിട്ടാൻ സാധ്യത കുറവാണ്. എന്തായാലും ഒരു 2 വർഷമൊക്കെ ലൈഫ് കിട്ടും. ഇവിടുത്തെ ഒരു തവണ ഞാൻ മാറ്റിയപ്പോഴും ഇതേ അലൈൻമെൻറ്റ് വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 2 വർഷം വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്രൂ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കളയാം. ഇതിൻ്റെ ബെൽറ്റും ലൂസായിരുന്നു, ബെൽറ്റും ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്, ശബ്ദമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. അലൈൻമെൻറ്റിൽ മാറ്റം ഇപ്പോഴും ഇല്ല, ചെറിയ മാറ്റം തന്നെയുള്ളത്, കാരണം അത് മാറ്റാനൊരു നിർവാഹവും ഇല്ല. പിന്നെ നമ്മൾ വാങ്ങുന്ന സമയത്ത് കറക്റ്റ് നോക്കി വാങ്ങണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പം നമുക്ക് ഭാഗ്യത്തിന് കിട്ടിയാലേ. ഞാൻ 2 എണ്ണം വാങ്ങിയപ്പോൾ 2ൻ്റെയും അവസ്ഥ ഇങ്ങനെയാണ്. അപ്പം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ പണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.